ഹലോ ഗെയ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ദുബായിൽ എത്തിയിട്ട് 2 മാസമായിട്ടുണ്ട്. പക്ഷേ ഇതിനിടയ്ക്ക് ഞാൻ ഇതുവരെ കാണാത്തൊരു ദുബായാണ് ഞാൻ കണ്ടതും ഇത് നിങ്ങളെ കാണിക്കാൻ പോകുന്നതും. ദുബായ് നൈറ്റ് ലൈഫിൻ്റെ ഒരു സിറ്റിയാണ്. പക്ഷേ ഇത് പകല് വേറൊരു മുഖമുണ്ട് ദുബായ്ക്ക്. ആ ഒരു മുഖം എന്താണെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ. ദുബായ് എന്താണ് ഞാനിനി ആരോടും പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. ദിവസം പ്രതി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭയങ്കര നഗരമാണ് ദുബായ് എന്ന് പറയണത്. നമ്മൾ ഓരോ തവണ വിസിറ്റ് ചെയ്യുമ്പോഴും നമ്മൾ ഒരു തവണ വന്നപ്പോൾ കാണാത്ത എന്തെങ്കിലും ഒരു പ്രത്യേകത അടുത്ത തവണ വരുമ്പോൾ നമുക്കവിടെ കാണാൻ പറ്റും. അങ്ങനെ ദിവസം പ്രതി ഇങ്ങനെ മാറ്റങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള നഗരം, ഏറ്റവും ആഡംബര ഹോട്ടലുകളും മാൾസും ബിൽഡിങ്സും ഗാർഡനും ഒക്കെ ഉള്ളൊരു നഗരം, ഏറ്റവും വലിയ മനുഷ്യനിർമ്മിതമായിട്ടുള്ള ദ്വീപുള്ള സ്ഥലം, മികച്ച റോഡുകളും, നമ്മുടെ പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത അറിയാലോ, ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ് ആയിട്ടുള്ള നമ്മുടെ ബുർജ് ഖലീഫയുള്ള സ്ഥലം. അങ്ങനെ ഒരുപാട് സവിശേഷതകളാണ് ദുബായ്ക്കുള്ളത്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ദുബായ് കാണാത്ത ഒരുപാട് പേര് ഈ ദുബായിൽ തന്നെ ഉണ്ട്. അതാണ് അതിൽ ഏറ്റവും വലിയൊരു സത്യം. ഞാൻ പോലും ഇപ്പോൾ 2 മാസമായി കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ആ ദുബായിലേക്കൊന്നും പോകാൻ തന്നെ എനിക്ക് പറ്റുന്നത്. ഒരുപാട് പാവപ്പെട്ട ആൾക്കാർ, അതായത് ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടാനായിട്ട് വരുന്ന ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഇത് പറഞ്ഞു കേട്ടിട്ട് മാത്രമുള്ള ദുബായാണ്. പലപ്പോഴും പല വീഡിയോസും വരുമ്പോൾ അതിൻ്റെ അടിയിൽ കമൻസ് വരുന്നത് കാണാം, അപ്പം ഞാനുള്ളതൊന്നും ദുബായിലല്ലേ എന്ന്. കാരണം ഒരുപാട് പേര് ഈ ഒരു സൈഡ് കാണാതെ പോകുന്നുണ്ട്. പിന്നെ ഒരുപാട് പേര് നൈറ്റ് ലൈഫ് മാത്രം അവിടെ ഇപ്പോൾ എൻജോയ് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഒക്കേഷനിൽ മാത്രം ഈ ഒരു നഗരത്തിലേക്ക് പോകാൻ പറ്റുന്ന പല ആൾക്കാരും ഇവിടെ തന്നെ ഉണ്ട്. കാരണം അവിടുത്തെ എക്സ്പെൻസ് ആയാലും അവിടുത്തെ റോഡിൽ തിരക്കായാലും അങ്ങനെ നമുക്കൊന്നും മിക്കുള്ളത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നത്, സാധാരണക്കാരന് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കില്ല മിക്കുള്ളതും. അപ്പോൾ അങ്ങനെയുള്ളവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ഞാനിപ്പോൾ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പ്രത്യേകതകളിൽ ഉള്ളൊരു വലിയ പ്രത്യേകതയാണ് ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത ദ്വീപുള്ള സ്ഥലം എന്ന് പറഞ്ഞില്ലേ, ആ സ്ഥലത്തേക്കാണ് ഞാനിപ്പോൾ പോകുന്നത്. നമ്മൾ സ്കൈ ഡൈവൊക്കെ ചെയ്യുമ്പോഴേക്കും ഒരു പാമ്പിൻ്റെ ആകൃതിയിൽ, ഒരു പരയുടെ ആകൃതിയിൽ കാണുന്ന ആ ഒരു ദ്വീപില്ലേ, ആ ദ്വീപിലേക്ക് നമ്മൾ നോർമലി റോഡ് വഴി പോയാൽ എങ്ങനെ ഉണ്ടാവും എന്ന് നോക്കാനാണ് ഈ പോകുന്നത്. എന്തെങ്കിലും ഇൻഷാല്ലാ മേളിൽ നിന്ന് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഉറപ്പായിട്ട് എൻ്റെ ഈ ചാനലിൽ വരുന്നതായിരിക്കും. നമ്മളെല്ലാം എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ. അപ്പോൾ ഒരു അവസരം കിട്ടിയപ്പോൾ ഞാനും അതങ്ങ് എക്സ്പ്ലോർ ചെയ്തു. ഞാൻ എന്തൊക്കെയാണ് കണ്ടതെന്ന് വെച്ചാൽ അതെല്ലാം നിങ്ങൾക്കും കാണാം. ഇവിടുത്തെ ക്ലൈമറ്റ് ഭയങ്കര ചൂടായതുകൊണ്ട് തന്നെ ഒന്നും പുറത്തിറങ്ങി നിന്ന് കാണാനുള്ള കപ്പാസിറ്റി ഇപ്പം എനിക്കില്ല. സത്യം പറഞ്ഞാൽ വായും പൊഴിച്ചതെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുന്നതിൻ്റെ തിരക്കിൽ ഞാൻ പല കാര്യങ്ങളും വീഡിയോ എടുക്കാൻ പോലും വിട്ടുപോയി. അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള കാഴ്ചകളായിരുന്നു. കാരണം ഞാനിത് കാണുന്ന ആ ഒരു ഭംഗിയിൽ നിങ്ങൾക്കിത് കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനത് വീഡിയോ എടുത്ത് കാണിക്കാനാണെങ്കിലോ ഓരോ എന്താ പറയുക, ജസ്റ്റ് ഓരോ സെക്കൻഡ് ഞാൻ വീഡിയോ ഓഫാക്കാണ്ട് ഇങ്ങനെ കാണിച്ചു തന്നുകൊണ്ടിരിക്കേണ്ടി വരും. കാരണം അത്രയ്ക്കും മനോഹരമാണ്. ഈ പോകുന്ന റോഡ് നേരെ ചെന്നിറങ്ങുന്ന ഒരു കടലിലേക്കാണ്. കടലിൻ്റെ മുകളിൽ കൂടി പോലും റോഡുണ്ട്. എന്താണല്ലേ ഇവിടുത്തെ ആൾക്കാരുടെ ഒരു ബുദ്ധി എന്ന് പറയണത്. ഇവിടെ ഈ ഒരു രാജ്യത്ത് ഏറ്റവും കൂടുതൽ അവർ എഫേർട്ട് ഇടുന്നതും പൈസ ചിലവാക്കുന്നതും ഒക്കെ ഒരു ആർക്കിടെക്ട് ആ ഒരു സൈറ്റിലേക്കാണെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കാരണം ഓരോ ബിൽഡിങ്സും ഒരു ചെറിയ എന്തെങ്കിലും ഒരു ചെറിയ ശിലയാണെങ്കിൽ പോലും അത് ഉണ്ടാക്കി വച്ചേക്കുന്നത് കാണാനായിട്ടൊരു പ്രത്യേക ഭംഗിയാണ്. കാരണം ഒരുപാട് ചിന്തിച്ച് ഒരുപാട് ആലോചിച്ചിട്ടാണ് അവർ ഓരോ ചെറിയ സാധനങ്ങൾ പോലും ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് എത്ര എഫേർട്ട് ഇടാനും ഒരു മടി ഉണ്ടാവില്ല. കാരണം ആ ഒരു റിസൾട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. സത്യം പറഞ്ഞാൽ ഇവിടെ നിൽക്കുന്ന ഓരോ പനകളിൽ പോലും അവർ ഓരോ ആർട്ട് വർക്ക് ചെയ്തു വെച്ചിട്ടുണ്ടാവും. അത്രയ്ക്ക് നല്ല മൈൻഡ് സെറ്റുള്ള ആൾക്കാരാണ്. അതെല്ലാം ചെയ്യുന്നത് ഈ രാജ്യക്കാരാണെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഇവിടെയുള്ള ആൾക്കാർ അതിന് വേണ്ടിയിട്ട് എത്രത്തോളം വാല്യൂ കൊടുക്കുന്നുണ്ടെന്ന് നമുക്ക് ഇവിടെ വന്ന് ഓരോന്നും കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അത് പൊതുവേ ഗൾഫ് രാജ്യങ്ങളുടെ എല്ലാം ഒരു പ്രത്യേകതയാണ്. നമ്മുടെ നാട്ടിലെന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ബിൽഡിംഗ് ഉണ്ടെങ്കിൽ ഏകദേശം അതുപോലെ തന്നെയായിരിക്കും എല്ലാ ബിൽഡിങ്ങുകളും, ഓൾമോസ്റ്റ് എല്ലാ ബിൽഡിങ്ങുകളും. പക്ഷേ ഇവിടെ ഓരോന്നും യുണീക്കായിരിക്കും. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നും മിസ് ചെയ്യാൻ തോന്നില്ല. നമ്മളെല്ലാം ഇങ്ങനെ കണ്ട് വായം തുറന്നിരിക്കുകയാണ്. നമ്മളിപ്പോൾ ചെന്ന് കയറുന്ന ഒരു എൻട്രൻസ് കണ്ടോ, അതൊക്കെ കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണെന്നറിയാവോ. എനിക്കാണെങ്കിൽ വീഡിയോ ഓഫ് ചെയ്യാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. കാരണം ഞാൻ കാണുന്ന എല്ലാം നിങ്ങളെ അതുപോലെ കാണിക്കണം എന്ന് കരുതിയിട്ട് എനിക്ക് തൊട്ട് മിസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല.
ഇതൊക്കെ കണ്ടും കേട്ടും ഞാൻ വായും തുറന്നിരിക്കുന്നതല്ലാതെ എനിക്കിതിനെ പറ്റിയിട്ട് വലിയ കാര്യമായിട്ട് പറഞ്ഞു തരാൻ അറിയില്ല. പക്ഷെ അറിയുന്നവർക്ക് പറയാനായിട്ട് ഒരുപാടുണ്ട് താനും. ഞാനും ഇതുപോലെ ഒരു കൊച്ചുകുട്ടി ആദ്യമായിട്ട് അക്ഷരം പഠിക്കുന്ന പോലെ ഞാനും ഇതെല്ലാം കേട്ടിരുന്ന് വായും തുറന്നിരുന്നതാണ്. അപ്പോൾ ഇനി ഇതെല്ലാം പഠിച്ചിട്ട് ഞാൻ വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അല്ലാണ്ട് എനിക്കറിയാവുന്ന എന്തെങ്കിലും അറിയാവുന്ന കാര്യം വിളിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ താ നമ്മൾ നേരെ ചെന്ന് എൻ്റർ ചെയ്യുന്നത് എങ്ങോട്ടാണ്? കടലിലേക്കാണ്. നമ്മൾ എന്താ പറയുക, വെറുതെ ഒരു കടൽ കാണുന്ന പോലല്ല, ഇത് ഇങ്ങനെ ചെന്ന് കാണുമ്പോൾ ആ ഫസ്റ്റ് വ്യൂവിൽ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, ഇപ്പോൾ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലാണ് അത്. ഇതിപ്പോൾ ഞാൻ റോഡ് നോക്കണോ, അവിടെയുള്ള ബിൽഡിങ്സ് നോക്കണോ, അതോ അവർ ചെയ്തു വെച്ചേക്കുന്ന ഓരോരോ ആ ഒരു പുല്ല് പോലും വെട്ടി വെച്ചേക്കുന്ന കണ്ടാൽ അറിയാൻ പറ്റില്ലേ. ഇതിപ്പോൾ ഓൾമോസ്റ്റ് എല്ലായിടത്തും ഇങ്ങനെ തന്നെ ആയിരിക്കും, പക്ഷേ എന്നാലും അതിൻ്റെ ആ ഒരു വൃത്തി, അവരത് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതി, എനിക്കിപ്പോൾ എന്താ നോക്കേണ്ടതെന്ന് തന്നെ അറിയാൻ വയ്യ. ഇടതുവശത്തുള്ള അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള കടൽ നോക്കണോ, അതോ വലതുവശത്തൊരു ബിൽഡിങ് കാണുന്നുണ്ടോ, അതൊക്കെ ഒരു ഹോട്ടലൊക്കെ ആണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ, ഇത് നോക്കണോ, എനിക്ക് ആകെ കൺഫ്യൂസ്ഡ് ആയിപ്പോൾ. ഇനി കുറച്ചുകൂടെ നിങ്ങളും കണ്ട് കൺഫ്യൂഷൻ ആയിക്കും. നമ്മൾ ആ റോഡ് കയറി വന്നപ്പോൾ എൻ്റർ ചെയ്യുന്നൊരു കവാടം എന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ കവാടമാണ് ഇപ്പോൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്നത്. അവിടെ നിന്ന് വരുമ്പോൾ സെൻറ്ററിലായിട്ട് തോന്നും, പക്ഷേ ഇവിടേക്ക് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ അത് നമ്മുടെ റൈറ്റ് സൈഡിലാവും. ഇപ്പം ഞാൻ പറഞ്ഞതിൻ്റെ ഒരു പൊരുൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇവരുടെ ഒരു ബുദ്ധി എന്ന് പറയുന്നത്, അതായത് ഈ ഒരു കാര്യത്തിന്, എല്ലാ കാര്യത്തിനും അടിപൊളിയാണ്, പക്ഷേ എനിക്ക് ഏറ്റവും എപ്പോഴും അത്ഭുതമായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു സംഗതിയിലാണ്. അടുത്തൊരു ബിൽഡിങ് ചെയ്ത് വെച്ചേക്കുന്ന കണ്ടില്ലേ, തീപ്പെട്ടി കൂടികൾ പുറക്കെ അടുക്കി വെച്ചേക്കുന്ന പോലെയല്ലേ അതിൻ്റെ ഷേപ്പ്. ഇവിടെ ഈ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് കാണുമ്പോൾ ഇതാണ് ഭംഗി എന്നുണ്ടെങ്കിൽ, ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഏതെങ്കിലും ഒരു ടോപ്പ് നിലയിൽ നിന്നിട്ട് ഇതൊക്കെ കാണുമ്പോൾ ഒരു ഭംഗി എന്തായിരിക്കും എന്ന് ചിന്തിച്ച് നോക്കാൻ പറ്റുമോ? അങ്ങനെയൊക്കെ കാണാൻ പറ്റുന്നവർ ലൈഫിൽ എന്ത് ഭാഗ്യം ചെയ്ത മനുഷ്യന്മാരല്ലേ. എന്ന് പറഞ്ഞാൽ ഈ ഒരു വ്യൂ തന്നെ എന്നെ അത്രയും കൊല്ലുന്ന കണക്കുള്ള വ്യൂ ആയിരുന്നു. എനിക്ക് അവിടെ നിന്ന് തിരിച്ച് പോരാൻ തോന്നുന്നില്ല, എനിക്കത് കണ്ടിട്ട് കണ്ണെടുക്കാൻ തോന്നുന്നില്ല. ആ ഒരു അവസ്ഥയിലാണ് ഞാൻ ഉണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ അതിൻ്റെ ഒരു ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് ഞാൻ എങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറമായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. കാറ് റോഡിൽ കൂടെ പോകുന്നതല്ലേ കണ്ടിട്ടുള്ളൂ, കടലിൽ കൂടെ പോകുന്ന കണ്ടിട്ടില്ലല്ലോ. അങ്ങനെ ഞാൻ അതും കണ്ടു. ഞാൻ എൻ്റെ കാര്യമായിട്ടായി പറയണേ, നിങ്ങളിതൊക്കെ നേരത്തെ കണ്ടിട്ടുണ്ടാവും. ഇത് കണ്ടോ, ഏകദേശം ഒരു എത്ര ഏക്കറിലുള്ള ബിൽഡിംഗ് ആയിരിക്കും ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാണ്. ഇതിനകത്തൊക്കെ താമസിക്കുന്നവർ എന്ത് ഭാഗ്യം ചെയ്തവരല്ലേ. എനിക്കിതൊക്കെ കണ്ടിട്ട് അസൂയാണോ സങ്കടമാണോ എന്ത് ഫീലിങ്സാണ് വരണേന്ന് പറഞ്ഞറിയിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പണ്ട് ആരോ എവിടെയോ പറഞ്ഞതുപോലെ ദുബായ് ഇവിടെ എല്ലാം ഉണ്ട്. സത്യമാണ്, ഇവിടെ എല്ലാം ഉണ്ട്. ഞാനതുവരെ അധികം രാജ്യങ്ങളൊന്നും കണ്ടിട്ടില്ല. അധികം രാജ്യങ്ങളെന്നല്ല, സത്യം പറഞ്ഞാൽ ഗൾഫ് കൺട്രീസിൽ സൗദി മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇത് വെച്ച് നോക്കുമ്പോൾ ഉണ്ടല്ലോ, സൗദി ഒന്നുമല്ല. കാരണം എന്നാ ചോദിക്കും, ഞാൻ സൗദിയുടെ എല്ലാ സൈഡും കണ്ടിട്ടുണ്ടോയെന്ന്. പക്ഷേ എനിക്ക് 100% ഉറപ്പിച്ച് പറയാൻ പറ്റും, ഇതിൻ്റെ മുന്നിൽ വേറൊന്നും ആവില്ല. എന്തോ ഒരു ഭംഗിയെന്നറിയോ. ഇതിൻ്റെയൊക്കെ ഈ ബിൽഡിങ്ങിനൊക്കെ ഇത്രയും ഭംഗി ഉണ്ടാവും എന്നൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ ഇത് കാണുമ്പോഴാണ് അറിയുന്നത്. നമ്മളടുത്ത് ഇപ്പോൾ ആരെങ്കിലും അവിടെ ബിൽഡിങ്സ് ഉണ്ടെന്ന് പറയുമ്പോൾ ബിൽഡിംഗ് അല്ലേ, അതിനിപ്പോൾ എന്താണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ താരതമ്യം ചെയ്യുന്നത് നമ്മുടെ നാട്ടിലുള്ള ബിൽഡിംഗ് വെച്ചിട്ടായിരിക്കും. പക്ഷെ ഇതൊന്ന് നോക്കി, ആ സെൻറ്ററിൽ കൂടെ ഒരു സ്ക്വയർ പോലെയൊക്കെ കാണുന്നുണ്ട്, അതൊക്കെ ഒരു ബിൽഡിങ്സ് ആണെന്നൊക്കെ ഉള്ള കാര്യമൊക്കെ ഒന്ന് ആലോചിച്ച് വയ്ക്കുകയാണ്. എന്തുമാത്രം ബുദ്ധിയല്ലേ. ഞാൻ ഇപ്പോഴും അതിൽ തന്നെയാണ് സ്റ്റക്കായിട്ട് നിൽക്കുന്നത്. ഇനി ഒരിക്കൽ കൂടെ വരണം. ഇതറിഞ്ഞവരും കേട്ടവരും ഒക്കെ പറഞ്ഞു, ഈ കണ്ണതൊന്നുമല്ല, നൈറ്റ് ഇതിന് വേറൊരു മുഖമുണ്ടത്രേ.
രാത്രി ദുബായ് കാണാൻ അതിസുന്ദരിയാണെന്നാണ് എല്ലാവരും പറഞ്ഞത്. അപ്പോൾ അത് കാണാനായിട്ട് ഞാൻ ഒരു വരവും കൂടി വരുന്നതായിരിക്കും. ആ വീഡിയോയും ഉടനെ തന്നെ ഉണ്ടാവും. അപ്പോൾ അതുവരെ എല്ലാവരും തൽക്കാലം പകലുള്ള ദുബായ് കണ്ട് അഡ്ജസ്റ്റ് ചെയ്തോളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു ദുബായ് ആയിട്ട് വരാം. അതിന് മുന്നേ വേറെ വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. ഓക്കെ, സീ യു.